അഞ്ജു അഞ്ജു ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വോക്കി ടോക്കീസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വില്ലേജ് ടൂറായിട്ടാണ്. വില്ലേജ് ടൂറാ? നമ്മൾ നാട് കാണാൻ പോകുന്നതല്ലേ. കാണാനും കാണിക്കാനും. അതെ, നമ്മൾ നാട് കാണാനും നിങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാനും. അപ്പോൾ നമുക്ക് നമ്മളെ നാടൊന്ന് കണ്ടിട്ട് വരാം. നമ്മളെ നാട്ടിലെ മെയിനായിട്ടുള്ള ഒരു ഷൂട്ടിംഗ് പോയിൻ്റാണ് ഈ പാലം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഫുൾ ആമ്പല് വിരിയുന്ന ഒരു തോടാണ്. അത് ഭയങ്കര അട്രാക്ഷനാണ്. പ്രീ വെഡിങ് ഷൂട്ടിങ്ങിനൊക്കെ ഒരുപാട് പേര് വരുന്ന ഒരു സ്ഥലമാണിത്. ഇപ്പോൾ ആമ്പല് വിരിയുന്ന സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഒന്നും ആമ്പലൊന്നും കാണാത്തത്. ഒരു ജനുവരി ഫെബ്രുവരി ആ ടൈമിലാണ് ഈ ആമ്പലിൻ്റെ സീസൺ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി നമ്മളെ നാട് കാണൽ തുടരാം. അല്ല, ഈ നാട് എന്ന് പറയുന്നതല്ലാണ്ട് നമ്മളെ നാടേതാന്ന് പറഞ്ഞു കൊടുക്കറാ. ഇപ്പം നമ്മളെ നാട് വരുന്നത് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിലെ കോട് ഗ്രാമത്തിലെ തുരുത്തി എന്ന് പറഞ്ഞൊരു പ്രദേശമാണ്. തുരുത്തിക്ക് ചെറിയൊരു തോടും തെങ്ങുംതോപ്പെല്ലാം ആയിട്ടില്ലേ, നമുക്കൊരു നൊസ്റ്റു ഫീലിംഗ് അടിച്ച ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഈ സ്ഥലത്തിന് എന്തോ പറയാനില്ലേ, എന്തോ ഒരു പേര്, മഞ്ഞേരിക്കൈ എന്നെങ്ങാനാണ്. എനിക്കിപ്പോൾ അത് പെട്ടെന്ന് കിട്ടൂല. ഇതെല്ലാം ഫുൾ തെങ്ങുംതോപ്പ് തന്നെ. ഏടെ നോക്കിയാലും തെങ്ങ് മാത്രമേ കാണാനുള്ളൂ. ഇത് ശരിക്കൊരു ഏറ്റുഗ്രാമം തന്നെയാണല്ലേ. എല്ലാം മൊത്തം ഏറ്റുകാർ തന്നെയല്ലേ ഇവിടെ ഉള്ളത്. ഏറ്റിനെ കുറിച്ചിട്ട് എന്തോ ഒരു കഥയില്ലേ, നിങ്ങൾക്കറിയാം? പണ്ട് അമ്മാമ്മ പറഞ്ഞു കേട്ടൊരു കഥയുണ്ട്. പരമശിവനായിട്ട് ബന്ധപ്പെട്ട് എന്തൊരു കഥയാണ്. ശിവൻ പണ്ട് ഇങ്ങനെ നായാട്ടിന് പോയടുത്ത് കരിന്തെങ്ങിൻ്റെ അടിയിൽ നിന്ന് പിന്നെ കള്ള് ഒഴുകുന്ന അങ്ങനെ കണ്ടു. എന്നിട്ട് ശിവൻ അത് കുടിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിട്ട് പിന്നെ അതൊരു ശീലാക്കി. ഇങ്ങനെ ദിവസവും കള്ളും കുടിച്ചിട്ട് പോയിട്ട് പാർവതിക്ക് അതൊരു ശല്യം. എന്നിട്ട് പാർവതി എന്നിട്ട് ഇതും അന്വേഷിച്ചിറങ്ങി പോലും ഇത് എവിടുന്ന കിട്ടുന്നതെന്നറിയാം. എന്നിട്ട് അത് നോക്കുമ്പോൾ തെങ്ങിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഒഴുകുന്ന കണ്ടിട്ട് പാർവതിക്ക് ദേഷ്യം വന്നിട്ട് അത് തടി മേലേക്കാക്കി പോലും. മേലേക്കാക്കിയിട്ട് പിറ്റേ ദിവസം ശിവൻ കള്ളു കുടിക്കാൻ പോകുമ്പോഴത്തേക്ക് താഴെ കള്ളില്ല. എന്നിട്ട് ശിവന് ദേഷ്യം വന്നിട്ട് ജട പറിക്കുക അങ്ങനെ എന്തോ ഒന്ന് ചെയ്തേർത്ത് ആരോ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ദിവ്യൻ അങ്ങനാമോ എന്നിട്ട് അങ്ങനെ എന്തോ അതായിട്ട് പിന്നെ അയാളെ തീയൻ, ശരിക്കും തീയന്മാരെ ഏറുമല്ലോ, എന്നിട്ട് ആ തീയനോട് പിന്നെ കള്ള് തെങ്ങിൻ്റെ മേലെന്ന് ചെത്തിയിട്ട് കൊണ്ടു കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു. അങ്ങനെയാവൂല ഈ തീയന്മാർ കള്ള് ചെത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെയാണ് കഥ. ശരിക്കും അറിയില്ല. ഇത് അമ്മമ്മ പണ്ട് പറഞ്ഞെന്ന് ആ ഒരു ചെറിയ ഓർമ്മ എനിക്കില്ലു. അങ്ങനെയാണല്ലേ. ഞാൻ ഈ കഥയെല്ലാം ആദ്യമായിട്ട് കേൾക്കുന്നത്.
അങ്ങനെ നമ്മൾ നടന്ന് കുറ്റിക്കൽ പുഴ വരെ എത്തി. കുറച്ചും കൂടി നടന്നാൽ കുറ്റിക്കൽ ടോളിൻ്റെ അവിടെ എത്തും. ഹൈവേയിൽ കയറാം. അതെ. ഇവിടെ ഒരു കാട് കാണുന്നുണ്ട്. ഇത്രയും ഓപ്പണായ സ്ഥലത്ത് ഒരു കാടല്ലേ, അതൊരു അതിശയല്ലേ. നോക്കറാ, നമുക്കെന്നാ അതിൻ്റെ ഉള്ളിലൊന്ന് പോയി നോക്കാം. കാണുമ്പോ തന്നെ പേടിയാന്നല്ലേ. ഏതാ ഇപ്പം പാടണ്ട്? മറ്റേ ചിരിക്ക കുമാരിട്ടാ. ഏതെങ്കിലും യക്ഷി ഇറങ്ങി വരും. എന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. പേടിപ്പിക്കലല്ലേ തന്നെ, പേടിയാവുന്നൊരു അന്തരീക്ഷം. ഇങ്ങനത്തെ ആംബിയൻസിലെങ്ങനല്ലേ മറ്റേ ദിനോസർ ഓടി വരുന്ന സീനല്ലേ. ആണ് ഫുൾ കാടാവുണ്ട്. അത് സ്ഥലം എന്തെങ്കിലും ഉണ്ടാവുക, പേടിയാവുന്നു. ഇതിനൊരറ്റൊന്നും കാണുന്നില്ലല്ലോ. ആണ് ഇതിനൊരന്തം കൊണ്ടൊന്നുമില്ല. പോണാ പോയി നോക്കാം, സ്ഥലം ഒന്ന് കാണാലാ. അഞ്ചു 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 അഞ്ചു